ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന വചന ധ്യാനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പെന്തക്കോസ്തിയുടെ ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചത്തെ ധ്യാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വായനകൾ നമുക്ക് ഓരോന്നായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാം ഞായറാഴ്ചയുടെ സന്ധ്യയുടെ വായന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 23 വരെ വാക്യങ്ങളാണ്. അതിൻ്റെ പ്രഭാത വായന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെ വാക്യങ്ങളും 4-ന്റെ 21 മുതൽ 21 വരെ വാക്യങ്ങളാണ്. പഴയ നിയമ വായന ലേവ്യർ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 25 മുതൽ 28 വരെ വാക്യങ്ങളാണ്. ഏശയ്യാ പ്രവചനം 61-ാം അധ്യായം 10 മുതൽ 11 വരെ വാക്യങ്ങളാണ്. ബാറാസിറയുടെ പ്രഭാഷണ പുസ്തകത്തിൽ നിന്ന് 46-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട് 4-ാമത്തെ വായനയായിട്ട്. ലേഖനങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24 മുതൽ 28 വരെ വാക്യങ്ങളാണ്. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 18 വരെ വാക്യങ്ങൾ. വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെ വാക്യങ്ങളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ, ദൈവിക ബഹുമാനത്തോടെ, ആദരവോടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങണം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന ഈ വചനധ്യാനത്തിലൂടെ ഞങ്ങളുടെ ജീവനും ജീവിതവും പൂർണ്ണമായി വിശുദ്ധിയിൽ ആയിത്തീർന്ന് ഞങ്ങളുടെ രക്ഷകനാഥനുമായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവെ അവിടുത്തെ കൃപ ധാരാളമായി വർഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പുത്രനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നല്ല അഭിഷേകമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്ന മനോഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ, ക്രിസ്തുവിനെ കാണുന്നത് പോലെ തന്നെ ആയിത്തീരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വഭാവത്തിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും വാക്കുകളും എല്ലാം യേശുവിനോട് ചേർന്നതായിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയിൽ സന്ധ്യാവായന, എവൻഗേലിയോൻ്റെ സന്ധ്യാവായനയും പ്രഭാത വായനയും ഏകദേശം ഒരേ രീതിയിൽ തന്നെയുള്ളതായതുകൊണ്ട് നമുക്കത് ഒരുമിച്ച് ഒന്ന് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. സന്ധ്യാവായന നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 23 വരെ വാക്യങ്ങളും, പ്രഭാത വായന മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ വാക്യങ്ങളുമാണ്. ആ നാളുകളിൽ യേശു പ്രാർത്ഥിപ്പാനായി ഒരു മലയിലേക്ക് പോയി ദൈവത്തോടുള്ള പ്രാർത്ഥന കൊണ്ട് ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. നേരം വെളുത്തപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് സ്ലീഹന്മാർ എന്ന് പേർ കൊടുത്തു. പിന്നെ അവരുടെ പേരുകളോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വ്യാഖ്യാനിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് നമ്മളവിടെ ധ്യാനിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വലിയ പ്രാർത്ഥന യിലാണ് യേശു. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ ദൈവസന്നിധിയിൽ തൻ്റെ പരാതി പറയുമ്പോൾ മോശയ്ക്ക് തൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോകുവാൻ വലിയ ബുദ്ധിമുട്ടാണ് ജനത്തെ നയിച്ചതെന്ന് പറയുമ്പോൾ മോശയ്ക്ക് ദൈവം കുറേ ശിഷ്യന്മാരെ കൊടുക്കുന്നുണ്ട്. മോശയുടെ ആത്മാവിൽ നിന്ന് എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അത് മോശ ഒരു പ്രാർത്ഥനയാണെങ്കിലും അതൊരു പരാതിയുടെ അനുഭവമാണ്. ഇത് ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. അപ്പോൾ
കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിഷയത്തിലും പറഞ്ഞിരുന്നു, പ്രാർത്ഥിച്ചിട്ടാണ് ഏത് കാര്യവും യേശു ചെയ്തിരുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൽ പറയുന്നത് തന്നോട് കൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനുമാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്, തന്നോട് കൂടെ ആയിരിക്കുവാൻ. അപ്പോൾ ഒരു രാവ് മുഴുവൻ പ്രാർത്ഥിച്ച് നേരം വെളുത്ത് ശിഷ്യന്മാരെ എല്ലാം വിളിച്ച് അതിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുകയാണ് സുവിശേഷം ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം നടത്തുവാനും തന്നോട് കൂടെ ആയിരിക്കാൻ. പ്രിയമുള്ള ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാനിടയായി, ഒരിക്കൽ ഒരു യുവാവ് മദർ തെരേസയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ വിളി കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഈ വിളി പ്രാവർത്തികമാക്കാനായി ഞാൻ ഒഴിഞ്ഞു വെക്കും. മദറിനോട് പറയുകയാണ്, എൻ്റെ ദൈവവിളി, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഈ വിളി പ്രാവർത്തികമാക്കാൻ ഞാൻ മാറ്റിവെക്കും എന്ന് പറയുമ്പോൾ മദർ ഇദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി നമുക്കേറെ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിലേറെ മനസ്സിലാക്കേണ്ടതാണ്. മദർ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റി യുവാവേ, നിങ്ങൾക്ക് തെറ്റുപറ്റി. യേശുവിനോട് ചേർന്നിരിക്കാനാണ് നിങ്ങളുടെ വിളി. തനിക്ക് വേണ്ടിയാണ് യേശു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവനോടുള്ള സ്നേഹം പ്രവൃത്തിയിലെത്തുന്നതാണ് പ്രവർത്തനം. സുപ്രധാനമായ അനുഭവം എന്ന് പറയുന്നത് അവനോട് ചേർന്നിരിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള മാർഗം എല്ലാം അവൻ കാണിച്ചു തരുമെന്ന് മദർ അയാളോട് മറുപടി പറയും. യുവാവെ, നിങ്ങൾക്ക് തെറ്റുപറ്റി. എന്താണ്? നിങ്ങളെ കുഷ്ഠരോഗികളോട് ചേർന്നിരിക്കാനല്ല വിളിച്ചത്, യേശുവിനോട് ചേർന്നിരിക്കാനാണ് വിളിച്ചത്. ഇതുപോലെ യേശു ശിഷ്യന്മാരെ വിളിച്ചത് യേശുവിനോട് ചേർന്നിരിക്കാനാണ്. പലരും യേശുവിനോട് ചേർന്നിരിക്കാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് പൂർണ്ണമല്ല. യേശുവിനോട് ചേർന്നിരുന്ന് ചെയ്യുമ്പോഴാണ് ആ ക്രൈസ്തവ ദൗത്യം പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പറഞ്ഞത്, യേശുവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയല്ല, നിങ്ങളെ യേശു തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് കാരണം അവനോടുള്ള സ്നേഹം പ്രവൃത്തിയിലെത്തുന്നതാണ് പ്രവർത്തനം. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം പ്രവൃത്തിയിൽ എത്തുന്നതാണ് സ്നേഹം. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, അതിൻ്റെ വഴികളെല്ലാം യേശു നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് യേശുവിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, രോഗികളെ സുഖപ്പെടുത്താൻ, ഭൂതങ്ങളെ ബഹിഷ്കരിക്കാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഒരു ധ്യാനമാണ് നമ്മൾ ഈ ജീവിതത്തിൽ എടുക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു, എന്താണ്? നമ്മളെ യേശു തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ യേശുവിനോട് ചേർന്നിരിക്കുക, അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. യേശുവിനെ സ്നേഹിക്കാതെ വേറെ എന്ത് പ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല. പല ആളുകളും ഞാനുമായിട്ടുള്ള സംസാരത്തിലൊക്കെ ചിലരിങ്ങനെ തർക്കിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ, ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്ര സ്ഥാനത്തെക്കുറിച്ചൊക്കെ. നല്ല മനുഷ്യരാണ്, അവരൊരുപാട് ദാനധർമ്മങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് പൂർണ്ണമായി യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. യേശുക്രിസ്തുവും സാധാരണ ഒരു ചിന്തകൻ, സാധാരണ ഒരു ഒരു നവോത്ഥാന അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചവൻ എന്നതിനേക്കാൾ അപ്പുറത്ത് അവരെ യേശുവിനെയൊന്നും കാണുന്നില്ല. അപ്പോൾ ആ യേശുവിനെ പോലെ നമുക്ക് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുവാൻ കഴിയും, യേശു നല്ലൊരു മാതൃകയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അവരോട് തർക്കിച്ചാലും അവരതിൽ നിന്ന് പലപ്പോഴും മാറാനായിട്ട് ശ്രമിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ യേശു ചെയ്തതുപോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ യേശുവിന് ബദലായിട്ടുള്ളൊരു കാര്യമല്ല, യേശുവിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കി, യേശു ആരാണെന്ന് മനസ്സിലാക്കി
യേശു ചെയ്ത പ്രവൃത്തികൾ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമേ യേശുക്രിസ്തുവിലൂടെ ചെയ്ത പ്രവൃത്തി പൂർത്തിയാകുള്ളൂ. ദൈവരാജ്യത്തിന് വേണ്ടി യേശുക്രിസ്തുവിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയാണ് അത് പൂർത്തിയാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, യേശുക്രിസ്തുവിലൂടെ ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം നമുക്ക് ചെയ്തു തീർക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ചിന്തകളിലേക്ക് വരുന്നത് പഴയ നിയമ വായനകളിൽ നിന്നാണ്. പഴയ നിയമ വായനകൾ എന്ന് പറയുന്നത് ഒന്ന് ലേവ്യ പുസ്തകം 19:1 മുതൽ 8 വരെ വാക്യങ്ങളാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ 3-4 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നാണ് അതിൽ പറയുന്നത്. 19:2 നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഇത് ലേവ്യർ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:48 പറയുന്നുണ്ട്. 1 പത്രോസ് 1:14 പറയുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലേഖനങ്ങളിലും ഈ യഹോവ ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് അതിനകത്ത് പറയുന്നത് ഓരോരുത്തരും അവനവൻ്റെ പിതാവിനെയും മാതാവിനെയും ഭയപ്പെടണമെന്നാണ് 19:3 പറയുന്നത്. അത് പുറപ്പാട് പുസ്തകം 20:12 പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 5:16 പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ പിതാവിനെയും മാതാവിനെയും ഭയപ്പെടണം. ഒന്ന്, ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാവരും വിശുദ്ധിയുള്ളവരാകണം. 2, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, മാതാപിതാക്കന്മാരെ ഭയപ്പെടണം. മൂന്നാമത് ആ ഭാഗത്ത് പറയുന്നത് ശാബത്തുകൾ ആചരിക്കണം. കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി തന്നെ അത് പ്രമാണിക്കണം എന്ന് പറയുന്നു. 4, വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് തിരിയരുത്, ദേവന്മാരെ നിങ്ങൾക്കായി വാർത്തുണ്ടാക്കരുത് എന്ന് പറയുന്നു, എഴുതപ്പെട്ടിരിക്കുന്നു. 5, ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നവർ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അർപ്പിക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. വളരെ വ്യക്തമാണ് ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു എന്താ പറയുന്നത്, നമ്മൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതും യേശുവിനോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കാനാണ് ദൈവവും നമ്മളെ യഹൂദന്മാരോട് പറയുന്നത്. ഇന്ന് നമ്മളോട് പറയുന്നത്, പഴയ നിയമത്തിൽ പറയുന്നത്, നമ്മളും ദൈവത്തോട് കൂടെ ആയിരിക്കണം. അപ്പോൾ ശാബത്തിന് ദൈവത്തോട് കൂടെ ഇരിക്കണം, ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ ആയിരിക്കണം. അങ്ങനെ ദൈവത്തോട് കൂടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണമെന്നാണ് പറയുന്നത്. അന്യദൈവങ്ങളൊന്നും ഉണ്ടാകരുത്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പരീശന്മാർ ചോദിച്ചപ്പോൾ ഏക സത്യദൈവമായ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും വിശ്വസിക്കുക എന്നുള്ളതാണ്, അംഗീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധിയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കഴിയട്ടെ. രണ്ടാമത്തെ വായന ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെ വാക്യങ്ങളിൽ നിന്നാണ്. ദാനിയേൽ വിഗ്രഹത്തിൻ്റെ നെബൂഖദ്നേസർ രാജാവ് ഉയർത്തിയ വിഗ്രഹത്തെ മുട്ടുകുത്തില്ല എന്ന് തീരുമാനിച്ചു. എന്തെല്ലാം ജീവൻ പോകേണ്ടി വന്നാലും അതിന് തയ്യാറാകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടമാകുന്ന രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നപ്പോൾ ദൈവം അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചപ്പോൾ ഈ രാജാവ് പറഞ്ഞതാണ്, ദാനിയേലിൻ്റെ ദൈവം വലിയവൻ എന്ന് ദര്യാവേസ് രാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയാണ്. ദാനിയേലിൻ്റെ ദൈവമാണ് വലിയവൻ, ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, വണങ്ങരുത് എന്ന കൽപ്പന ദാനിയേൽ രാജകൽപ്പനയെ ഭയപ്പെടാതെ ദൈവകൽപ്പനയെ സ്വീകരിച്ചപ്പോൾ രാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയാണ്, ദാനിയേലിൻ്റെ ദൈവമാണ് വലിയ ദൈവം. നമ്മൾ പലപ്പോഴും ദൈവകൽപ്പനയേക്കാൾ അധികമായി രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ നിയമങ്ങളെ നമ്മൾ പലപ്പോഴും ഭയന്നിട്ട് സ്വീകരിക്കാറുണ്ട്. പക്ഷേ ദാനിയേലിന് ആ ഭയമുണ്ടായില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വായനയിലൂടെ നമുക്ക് നൽകുന്നത്. മൂന്നാമത്തെ വായന യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 61:10-11 വാക്യങ്ങൾ.
അതിപ്രകാരമാണ്, ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. നാലാമത്തെ വായന ബാറാസിയുടെ പുസ്തകത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 46-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെ വാക്യങ്ങളാണ്. യോശുവയെക്കുറിച്ചാണ് പറയുന്നത്. നൂൻ്റെ മകനായ യോശുവ മോശയെപ്പോലെ ആയിത്തീരുവാൻ പ്രവചനത്താൽ സംരക്ഷിതനായിരുന്നു എന്നാണ്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ്, ദൈവം വാഗ്ദത്തം ചെയ്തതനുസരിച്ചാണ് യോശുവ മോശയെപ്പോലെ ശക്തനായി മാറിയതെന്ന് അവിടെ പറയുന്നു. അതുകൊണ്ടെന്ന് ദൈവം കൂടെ ഇരുന്നതുകൊണ്ട്, യേശു തൻ്റെ ശിഷ്യന്മാരെ കൂടെ ഇരുത്താൻ വേണ്ടി തിരഞ്ഞെടുത്തതുപോലെ മോശയോട് ചേർന്നിരിക്കാൻ യോശുവായ ദൈവം തിരഞ്ഞെടുത്തു. അപ്പോൾ യോശുവ മോശയെപ്പോലെ ശക്തനായി. യേശുക്രിസ്തുവിനെ പോലെ ശിഷ്യന്മാർ ശക്തരായതുപോലെ മോശയെപ്പോലെ യോശുവായും ശക്തനായി എന്ന് പഴയ നിയമം പറയുന്നു. അവൻ ദൈവത്തോട് പറഞ്ഞു, എന്താ പറയുന്നത്, എല്ലാം സംഭവിച്ചു. യോശുവ പറഞ്ഞതെല്ലാം ദൈവം കേട്ടു, ദൈവം അനുസരിച്ചു, അത് പ്രാവർത്തികമാക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ ഈ പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ ബാക്കി കേൾക്കാം. ഇനി ലേഖനങ്ങളും എവൻഗേലിയോൺ, കുർബാനയുടെ എവൻഗേലിയോണും നമുക്ക് ധ്യാനിക്കാനുണ്ട്. ഇന്ന് നമ്മൾ സന്ധ്യാവായനയും പ്രഭാത വായനയും പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് 4 വായനകളും നമ്മളൊന്ന് ധ്യാനിച്ചു. എല്ലാ വായനകളും ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ, ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനോട് കൂടെ അല്ലാത്ത ഏതൊരു പ്രവൃത്തിയും അത് അതിനാൽ തന്നെ പൂർണ്ണമല്ല എന്ന് വിശ്വസിക്കണം എന്ന് നമ്മൾ ധരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരിചയക്കാർക്കും നിങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്കൊക്കെയും ഈ ശുശ്രൂഷ ലഭിക്കത്തക്കവണ്ണം ഇതിന് ഷെയർ ചെയ്യണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. അനേകർക്ക് ഇത് പാപത്തിൽ നിന്നുള്ള മോചനവും വിടുതലുമായി തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ പേരിലുണ്ടാകട്ടെ എന്ന് ഓർത്ത് ഇതുവരെ നിങ്ങൾ കേട്ടതിനായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ നമ്മളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇങ്ങനൊരു വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയതിന് ദൈവത്തെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പെന്തക്കോസ്തിയുടെ ശേഷം വരുന്ന 2ാമത്തെ ഞായറാഴ്ചയുടെ എവൻഗേലിയോനും പഴമവായനയും ലേഖനങ്ങളും എവൻഗേലിയോനൊക്കെ വായിച്ച് നമ്മൾ വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സന്ധ്യാവായനയും പ്രഭാത വായനയും പഴയ നിയമ വായനയും നമ്മൾ ധ്യാനിച്ചു അല്പമായി. ഇന്ന് നമ്മൾ തുടർച്ചയായി ഇതിൻ്റെ ലേഖനങ്ങളും കുർബാനയുടെ എവൻഗേലിയോനും നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങൾ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ വചനം കേൾക്കുവാനായിട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവർക്കുള്ള സകലത്തെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അനേക ആയിരങ്ങൾക്ക് ഇത് കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതെന്ന് ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ഹിതം ഈ ശുശ്രൂഷയിൽ പൂർണ്ണമായി നിറവേറപ്പെടുവാൻ ഇടയാകണമേ. ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരും പാപികളുമാണ് കർത്താവേ. ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങയുടെ ബലം ഞങ്ങൾക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുത്തെ ബലം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഈ കൂട്ടായ്മ ഒത്തിരി വളരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയും
കാവലും കൂട്ടും കോട്ടയും ആഗ്രഹിച്ചുകൊണ്ട് ദൈവമേ അവിടുത്തെ തിരുമുമ്പാകെ ഞങ്ങളെ പൂർണ്ണമായി ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയുടെ ലേഖനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24 മുതൽ 28 വരെ വാക്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ശിഷ്യന്മാർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും നടക്കുവാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. ധൈര്യപൂർവ്വം അവർ ദൈവത്തിൻ്റെ ശക്തിയാൽ സുവിശേഷം പ്രസംഗിക്കുവാൻ അവർ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനൊരു പ്രാർത്ഥന അവിടെ രൂപപ്പെടുന്നതിൻ്റെ കാരണം തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് നേരത്തെ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ ഒരു ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ, ഭിക്ഷക്കാരനെ അവർ സുഖപ്പെടുത്തി. പത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവനെ സുഖപ്പെടുത്തി. ആ വാർത്ത, അവൻ സൗഖ്യമുള്ളവനായി അവൻ എഴുന്നേറ്റ് അവൻ്റെ കണങ്കാലിൽ നരിയാണ് കുറച്ച് അവൻ ദൈവത്തെ സ്തുതിച്ചു ദേവാലയത്തിൽ കയറി. ആ വാർത്ത കേട്ടപ്പോൾ എന്താ പറയുന്നത്, ശിഷ്യന്മാരെ എല്ലാം ഫരീശന്മാർ ഭയപ്പെടുത്തി. നിങ്ങളോട് ഈ നാമം മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെല്ലാം പറഞ്ഞ് അവരെ പേടിപ്പിച്ചു. അവരാകെ ഭയപ്പെട്ടു പോയി. കാര്യം യേശുവിനേക്കാൾ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ അധികമായി നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമാണോ എന്ന് നിങ്ങളുടെ പുസ്തകം പരിശോധിക്കാനൊക്കെ പറഞ്ഞുവെങ്കിലും അവർക്ക് എന്താ പറയുന്നത്, ശുശ്രൂഷ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒത്തിരി പ്രാർത്ഥന വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതാണ് ധൈര്യത്തിനാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്താണ് ഇസ്രായേൽ ജനം എന്തിന് ബഹളമുണ്ടാക്കുന്നു എന്നൊരു ചോദ്യമാണ് അവരാദ്യം ചോദിക്കുന്നത്. ജാതികൾ കലഹിച്ചതും സ്വജനങ്ങൾ വ്യർത്ഥമായവ ചിന്തിച്ചതും എന്തിന്? ജാതികൾ കലഹിക്കുന്നു, സ്വന്തപ്പെട്ട ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും എഴുന്നേറ്റ് കർത്താവിനും നിൻ്റെ മിശിഹായ്ക്കും എതിരായി ഒരുപോലെ ആലോചന നടത്തിയെന്നും തൻ്റെ ദാസനായ ദാവീദിൻ്റെ വായാൽ പരിശുദ്ധാത്മാമുഖാന്തരം സംസാരിച്ചവനും നീയാകുന്നു. യേശുവിനെ അവർ ധൈര്യപൂർവ്വം പ്രസംഗിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് കർത്താവേ, അവിടുന്ന് ഇതെല്ലാം സംഭവിക്കണമെന്ന് നിൻ്റെ കയ്യും തിരുഹിതവും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സകലവും പ്രവർത്തിക്കുവാനായി നീ അഭിഷേകം ചെയ്ത യേശുവായ നിൻ്റെ പരിശുദ്ധ പുത്രനെതിരായി സത്യമായിട്ടും അവർ ഈ പട്ടണത്തിൽ ഒന്നിച്ചുകൂടിയാണ്. ഇവരോട് സുവിശേഷം അറിയിക്കരുത് എന്ന് പറഞ്ഞ് ബഹളമാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശിഷ്യന്മാർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മളുടെ സുവിശേഷ വേലകളെല്ലാം ശക്തമായി മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമ്മളും പ്രാർത്ഥിക്കുന്നത്. എത്ര ശത്രുക്കൾ നമുക്കെതിരെ വന്നാലും യേശു നമ്മുടെ കൂടെയുള്ളതിനാൽ ഒന്നും ഭയപ്പെടേണ്ട. പത്രോസിനെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയുടെ ധ്യാന ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞതാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ ഉദ്യമിച്ചു, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ആ ഭാഗം നമ്മൾ ധ്യാനിച്ചതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഒന്നും ഭാരപ്പെടേണ്ടതില്ല എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. വീണ്ടും എഫേസ്യ ലേഖനമാണ് രണ്ടാമത്തെ വായന. പ്രജാതികളോട്, ക്രിസ്ത്യാനികളായ പ്രജാതികളോട് പൗലോസ് ശ്ലീഹ സംസാരിക്കുന്ന ഭാഗമാണ്. രക്ഷിക്കപ്പെട്ടവരോട് യേശുക്രിസ്തുവിനെ വീണ്ടും വീണ്ടും അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുകയാണ്. മുമ്പ് ജഡീകരായ പ്രജാതികളായിരുന്നു. ചേലാകർമ്മം എന്ന് വിളിക്കപ്പെടുന്ന ശാരീരിക കർമ്മം കൈക്കൊണ്ടവരാകയാൽ നിങ്ങൾ ചേലയില്ലാത്തവർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ലോകത്തിൽ ആ കാലത്ത് നിങ്ങൾക്ക് മെശിഹ ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിൻ്റെ നടപടികളിൽ നിന്ന് അകന്നിരുന്നു. വാഗ്ദത്തത്തിൻ്റെ നിയമത്തിന് അപരിചിതന്മാരായിരുന്നു, ആശയില്ലാത്തവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു എന്നും ഓർത്തുകൊള്ളു. ഇവിടെ എങ്ങനെയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? നിങ്ങൾക്ക് ഈ വക യഹൂദന്മാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കരുണയാൽ, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങൾക്കതെല്ലാം ലഭിച്ചു എന്ന് പറയുകയാണ് പൗലോസ് ശ്ലീഹ. അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ രണ്ടിനെയും ഒന്നാക്കി തീർക്കുകയും മധ്യത്തിലുണ്ടായിരുന്ന വേലി പൊളിക്കുകയും സ്വന്തം ശരീരത്താൽ ശത്രുതയെയും
സ്വന്തം കൽപ്പനകളാൽ ന്യായപ്രമാണ കൽപ്പനകളെ നീക്കിക്കളയുകയും ചെയ്തു. രണ്ടുപേരെയും അവനിൽ പുതിയ മനുഷ്യനായി സൃഷ്ടിപ്പാൻ വേണ്ടിയാണ് അവൻ സമാധാനമുണ്ടാക്കുകയും ഒരു ശരീരത്തിൽ രണ്ടു കൂട്ടരെയും ദൈവത്തോട് യോജിപ്പിക്കുകയും സ്വന്തം കുരിശിനാൽ ശത്രുതയെ നീക്കുകയും ചെയ്തു. അവൻ വന്ന് നിങ്ങൾക്ക് ദൂരസ്ഥർക്കും സമീപസ്ഥരായ ഞങ്ങൾക്കും സമാധാനം അറിയിച്ചു. അവൻ മൂലമാണ് നാം ഇരുകൂട്ടർക്കും ഏകാത്മാവിനാൽ പിതാവിൻ്റെ അടുക്കലേക്ക് സാമീപ്യമുണ്ടായത്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം സകല മനുഷ്യർക്കും ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാനുള്ള യോഗ്യതയുണ്ടായി. അവൻ സമാധാനമാണ് അവൻ രണ്ടിനെയും വൈരാഗ്യത്തിലിടുന്ന, ജാതിയുടെ പേരിൽ ശത്രുതയിലിരുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൽ ഒന്നാക്കി. ഇനി യേശുക്രിസ്തുവിലുള്ള എല്ലാവരും പുതിയ സൃഷ്ടികളാണ്. ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ അതിൻ്റെ പേരിൽ അതിർത്തിയുടെ പേരിലൊന്നും തർക്കിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചൂരൽമല, മുണ്ടക്കൈ, വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ആ സ്ഥലത്ത് ഒരു അലമാരി ഒലിച്ചു വന്നു. ആ അലമാരിയിൽ കണ്ട കാര്യം, ആ അലമാരിയുടെ ഉടമസ്ഥനായിരുന്ന ആളുടെ ഭൂമി അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ കേസിലായിരുന്നു. ആ കേസിന് പോയ പേപ്പറുകളെല്ലാം ആ അലമാരിയിലുണ്ടായിരുന്നു. കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പേപ്പറുകളെല്ലാം അലമാരിയിലുണ്ടായിരുന്നു. എന്നാൽ ഭൂമി അവിടെയെങ്ങുമില്ല. ഭൂമി അവിടെയെങ്ങുമില്ല. ഒരു രാത്രിയിലെ 12 മണിക്കൂർ സമയം കൊണ്ട് ഫുള്ള് നശിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹം പറയുകയാണ്, ഇത് മനുഷ്യർക്കൊരു പാഠമാണ്. ലോകമെങ്ങുള്ളവർക്കൊരു അതിർത്തി തർക്കങ്ങൾക്കും സമ്പത്തിനു വേണ്ടിയൊക്കെ പരക്കം വായിക്കുന്നവർക്കുള്ള ഒരു വലിയ പാഠമാണെന്ന് പറയുകയാണ്. ഇവിടെ പൗലോസ്ലീഹായും പറയുന്നത് അതാണ്. ഇനി തർക്കത്തിൻ്റെ കാര്യങ്ങളില്ല, ഇനി ജാതി പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. രണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സുവിശേഷത്തിലേക്ക് കടക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ വാക്യങ്ങളാണ് സുവിശേഷം എവൻഗേലിയോൻ കുർബാനയ്ക്കായിട്ട് നമ്മൾ വായിക്കുന്നത്. അത് ഇപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞതിൻ്റെ നേരെ എതിരെയാണ് പറയുന്നത്. പൗലോസ്ലീഹ പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ ഇരുകൂട്ടരെയും ഒന്നാക്കി എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, ഇവിടെ യേശു പറയുന്ന സുവിശേഷ ഭാഗത്ത് പറയുന്നത്, ഞാൻ സമാധാനമല്ല കൊണ്ടുവന്നിരിക്കുന്നത്, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നു. ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ വാളിനെ അല്ലാതെ സമാധാനത്തെ നടത്തുവാനല്ല വന്നത് എന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ധ്യാനിക്കണം. യേശു സമാധാന പ്രഭു എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു പറയുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇതെല്ലാം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തു വഴി കൃപയും സമാധാനവും ധാരാളമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ യേശു ഞാൻ സമാധാനമല്ല കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതൊരു വിപ്ലവമല്ല, വാളെന്ന് പറയുന്ന ഒരു വിപ്ലവമല്ല, മറിച്ച് സത്യവചനം, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ വചനപ്രഘോഷം നടത്തുമ്പോൾ അവിടെ അത് ചെയ്യുന്നവർക്കുണ്ടാകുന്ന പീഡനങ്ങളെയാണ് ഈ വാളെന്ന് പറയുന്നത്, പ്രതിസന്ധികളെയാണ് വാളെന്ന് പറയുന്നത്. അപ്പോൾ വാളെന്ന് പറയുന്നത് ഒരു ആയുധമല്ല, മറിച്ച് വചനം പ്രഘോഷിക്കുമ്പോഴുണ്ടാകുന്ന സത്യവചനം, നിർമ്മല സുവിശേഷം, യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴുണ്ടാകുന്ന പീഡനങ്ങൾ, അതിനെയാണ് വാളെന്ന് പറയുന്നത്. ആ വാളിൽ സമാധാനം കണ്ടെത്തുന്നവർക്കാണ് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ അനേകർ ഓരോ കുടുംബങ്ങളിൽ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരുണ്ട്, യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചവരുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു തിരസ്കരണമല്ല.
യേശുവിനെ വിളിക്കുന്നവരെ കൊന്നുകളയുക എന്നുള്ള ഒരു നടപടി കൂടി അതിനകത്തുണ്ട്. ഈ കാലഘട്ടത്തിലുണ്ട് ധാരാളം. സാധു സുന്ദർ സിംഗിനെയൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതത്തിലൊക്കെ അദ്ദേഹത്തെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് തള്ളിപ്പറഞ്ഞു മാതാപിതാക്കന്മാർ. ഇനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയൊക്കെ യേശുക്രിസ്തുവിൻ്റെ വചനമനുസരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പനൊക്കെ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറഞ്ഞ്, സഹോദരനും കൂടി ഭ്രാന്താണെന്നെല്ലാം പറഞ്ഞ്, ദൂർത്ത പൈസയെല്ലാം ഭിക്ഷക്കാർക്ക് കൊടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധന്മാർക്കും സാധാരണ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള വചനമനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധാരാളം പീഡനമുണ്ടായിട്ടുണ്ട്. ഈ പീഡനങ്ങളെ ആണ് വാളെന്ന് പറയുന്നത്. അത് കാരണം നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് എന്തേ സങ്കടമുണ്ടായി എന്ന് ചോദിക്കാനിടയാകാതിരിക്കാൻ വേണ്ടി യേശു പറഞ്ഞു വച്ചിരിക്കുന്നത്. യേശു സമാധാനമാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നതും യേശു സമാധാന പ്രഭുവാണ്. പക്ഷേ ഇവിടെ വാളെന്ന് പറയുന്നത് ഈ പ്രതിസന്ധിയെയാണ് വാളെന്ന് പറയുന്നത്. അതുകൊണ്ട് യേശു കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനമല്ല. അതുകൊണ്ട് തന്നെ യേശു പറയുകയാണ്, ഇങ്ങനെ വാളുള്ളത് കൊണ്ട്, ഈ പീഡനമുള്ളത് കൊണ്ട് ഒരാൾ തൻ്റെ പിതാവിനേക്കാളും മാതാവിനേക്കാളും യേശുവിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. കാരണം എന്താ? പിതാവിനോടും തൻ്റെ പുത്രനോടും പുത്രിയെ തൻ്റെ മാതാവിനോടും അമ്മായിയമ്മ മരുമകളോടും മരുമകൾ അമ്മായിയമ്മയോടൊക്കെ ഇങ്ങനെ ഭിന്നിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ സുവിശേഷം വിശ്വസിക്കുന്നവരും സുവിശേഷം വിശ്വസിക്കാത്തവരും, സുവിശേഷം അനുസരിക്കുന്നവരും സുവിശേഷം അനുസരിക്കാത്തവരും. അത് യഹൂദന്മാരുടെ ഇടയിൽ ആ കാലത്ത് തന്നെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ യേശുവിൻ്റെ തീരുമാനങ്ങൾ മനുഷ്യബുദ്ധിയിൽ വന്നാൽ അത് വേദനാജനകമാണ്. അപ്പോൾ യേശു വേദനാജനകമായ തീരുമാനങ്ങൾ എടുക്കാനാണ് ലോകത്തേക്ക് വന്നത്, നമ്മളോട് എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഭിന്നതയുണ്ടാകുന്ന ബൈബിൾ പറയുമ്പോൾ സത്യവും അസത്യവും തമ്മിൽ ഭിന്നതയുണ്ടാകും, നീതിയും അനീതിയും തമ്മിൽ ഭിന്നതയുണ്ടാകും, കാരുണ്യവും ക്രൂരതയും തമ്മിൽ ഭിന്നതയുണ്ടാകും, വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ഭിന്നതയുണ്ടാകും, സ്നേഹവും വിദ്വേഷവും തമ്മിൽ ഭിന്നതയുണ്ടാകും. യേശു ഏകരക്ഷകനാണെന്നും യേശു ദൈവപുത്രനാണെന്നും പറയുന്നവരുടെ കൂട്ടത്തിൽ അത്രയും പറയേണ്ട, അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഭിന്നതകളും ഉണ്ടാകും. അപ്പോൾ എല്ലാ വിധത്തിലും ഭിന്നതകൾ പ്രിയമുള്ളവരെയും ഇവിടെ ധാരാളമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിതാവിനെയും മാതാവിനെയും യേശുവിനെ പ്രതി ഉപേക്ഷിക്കാത്തവർക്ക് ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവർക്കും ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സ്വന്തം രക്ഷകനെന്ന നാഥനുമായി സ്വീകരിച്ച് അതിൻ്റെ താഴെയാണ് സ്വന്തം ബന്ധങ്ങളെ നിർത്താൻ പാടുള്ളൂ. യേശുക്രിസ്തുവാണ് നമ്മുടെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കാര്യവുമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെയും അവൻ്റെ വചനത്തെയും ധിക്കരിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അത് ഗുണമല്ല. കാരണം തൻ്റെ ജീവനെ കരുതുന്നവൻ ആരോ അവൻ അതിനെ നശിപ്പിക്കും. ആരാണോ തൻ്റെ ജീവനെ കൂടുതൽ കരുതുന്നത് അവൻ അതിനെ നശിപ്പിക്കും. ആരാണോ തൻ്റെ ഈ നിത്യജീവനെ കരുതുന്നത് അവൻ ഈ ജീവനെ നശിപ്പിക്കും. അപ്പോൾ നിത്യജീവനെ കരുതാൻ വേണ്ടി ഈ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഈ ജീവിതത്തിൽ നമുക്ക് അസമാധാനങ്ങൾ വരുമ്പോൾ, വാൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകാമെന്നാണ്. അപ്പോൾ നിത്യജീവനെക്കുറിച്ച് നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇതൊരു വൈരാഗ്യത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ വചനങ്ങളല്ല, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തെ കൂടുതൽ പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരെയും പ്രകൃതിയെയും നമ്മുടെ മാതാപിതാക്കളെ സഹോദരൻ എല്ലാവരെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കുമെന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഈ വചനം. ഹല്ലേലൂയ. മാത്രമല്ല
ഇങ്ങനെയുള്ള സഹനങ്ങൾ എടുത്തുകൊണ്ട് യേശുവിൻ്റെ കൂടെ വരണമെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ആരെങ്കിലും എന്നെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണമെന്ന് യേശു പറയുകയാണ്. തൻ്റെ ജീവനെ കരുതുന്നവൻ ആരോ അവനതിനെ നശിപ്പിക്കും, എന്നാൽ എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ സമ്പാദിക്കുകയും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെയും കൈക്കൊള്ളുന്നു. ഒരു ദീർഘദർശി എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പുണ്യവാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ആരെങ്കിലും ശിക്ഷണ നിലയിൽ ഒരുത്തനൊരു പാത്രം പച്ചവെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിൻ്റെ ഫലം പോലും അവന് നഷ്ടമാകുകയില്ല. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു കഴിഞ്ഞ ശേഷം യേശുവമ്പുരാൻ അവിടെ നിന്ന് നഗരങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിപ്പാനുമായിട്ട് പോയി. അപ്പോൾ പ്രിയമുള്ളവരെ, ക്ലേശങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാകും എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ പ്രവേശിക്കണം. 2 കൊരിന്ത്യർ 6:4-12 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കണം. പൗലോസ്ലീഹായുടെ സഹനങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്തെല്ലാം സഹനങ്ങളിലൂടെയാണ് പൗലോസ് കടന്നുപോയതെന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതി സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് പൗലോസ്. ക്രൂശ് സഹിച്ചു, ക്ലേശം സഹിച്ചു, വിഷമങ്ങൾ സഹിച്ചു, പട്ടിണി സഹിച്ചു, ആപത്ത്, നഗ്നത, വാള് എന്ന് വേണ്ട എല്ലാം ഇങ്ങനെ സഹിച്ച് കർത്താവിന് വേണ്ടി വേല ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി നമ്മൾ വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് കർത്താവിനോട് കൂടെ നമുക്ക് പ്രതിഫലമുള്ളതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ കൃത്യമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ കേട്ടത് ദൈവസന്നിധിയിൽ നമുക്ക് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാനുള്ള ഒരു വിളിയുണ്ട്. അത് ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് പ്രവർത്തിക്കാനുള്ള വിളിയാണ്. ആ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണം യേശുവിലൂടെയാണെന്നും അതുപോലെ പഴയ നിയമത്തിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം എന്നുള്ള ചിന്തകളൊക്കെ വന്നു. ദാനിയേലിൻ്റെ ദൈവമാണ് വലിയ ദൈവം, എല്ലാ ദേവന്മാരെക്കാളും വലിയവൻ ദാനിയേലിൻ്റെ ദൈവമാണെന്ന് ദര്യാവേശ് രാജാവ് പറഞ്ഞ കാര്യം ഒക്കെ നമ്മൾ ഓർത്തു. ഒപ്പം തന്നെ നമ്മൾ സമാധാനം യേശുവിൽ നിന്ന് എഫേസ്യ ലേഖനം വായിച്ചപ്പോൾ കിട്ടി. ശിഷ്യന്മാർ അതുപോലെ അപ്പോസ്തല പ്രവർത്തനം വായിച്ചപ്പോൾ ധൈര്യത്തിനായി പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർക്ക് അങ്ങനെ ധൈര്യം കിട്ടി. അവർ ആരെയും ഭയപ്പെടാതെ മരണം വരെയും യേശുവിനെ പ്രഘോഷിക്കുവാനുള്ള ധൈര്യം കാണിച്ചു. അങ്ങനെ പ്രഘോഷിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള സത്യം. ഇന്നും അത്തരം പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അപ്പോസ്തലന്മാർ നമുക്ക് വഴികാട്ടികളാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മളിൽ ധാരാളമായിട്ടുണ്ട്. അവസാനം യേശു പറഞ്ഞു വെച്ചു, ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുരിശെടുത്ത് കൊണ്ടുവരണം. ഞാൻ വാളാണ് കൊണ്ടുവന്നത്, സമാധാനമല്ല. സമാധാനമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ഒരിക്കലുമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രതി ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച് ജഡത്തെ ശ്രദ്ധിക്കാതെ ജഡത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ആത്മാവ് ശക്തമാവുകയും വിശുദ്ധിയോടുകൂടി ദൈവത്തോടുകൂടെ വസിക്കുവാൻ കഴിയുകയും ചെയ്യുമെന്ന ഒരു സന്ദേശമാണ് ക്രിസ്തു നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇത്ര നല്ലൊരു സ്നേഹിതൻ, ഉത്തമനായ ഒരു രാജാവ് നമുക്ക് കൂട്ടാളിയായിട്ടുള്ളതുകൊണ്ട് എന്തിന് ഭാരങ്ങൾ, എന്തിന് വ്യാകുലം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ പാട്ടുപാടുമെന്ന പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യവും ഞങ്ങളെ അതിവാത്സല്യത്തോടെ ചേർത്ത് നടത്തുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കുറവുകളുണ്ടായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ചേർത്ത് നിർത്തിയിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുകയാണ് ഈ നാളുകളിൽ. കർത്താവെ, പെന്തക്കോസ്തിക്ക് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് ശേഷം വന്ന ഓരോ ഞായറാഴ്ചകൾ, ഇത് 2ാമത്തെ ഞായറാഴ്ചയാണ്. ആത്മനിറവിന് വേണ്ടിയാണല്ലോ ഈ ഞായറാഴ്ചകളെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. പെന്തക്കോസ്തുവേളയിൽ ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുവാൻ ഓരോ ഞായറാഴ്ചയും പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന ഞായർ എന്ന് പറഞ്ഞ് പേരിട്ട് ധ്യാനിക്കുവാൻ, തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ, ആത്മനിറവിലായിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായി തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. ഈ ജീവനെ ഭയപ്പെടാതെ നിത്യജീവനെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സുവിശേഷ വേലയ്ക്ക്
ഞങ്ങളിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വന്നുകൂടുന്ന എല്ലാ ആപത്തുകളും അനർത്ഥങ്ങളും അതിൽ നിന്നെല്ലാം ഞങ്ങളെ പൂർണ്ണമായി കാത്തു സംരക്ഷിക്കുന്ന കഴിയുന്ന ദൈവമാണല്ലോ കർത്താവേ. ഇനി ആപത്തുകളോ അനർത്ഥങ്ങളോ ഉണ്ടായാലും ദാനിയേലിനെ പോലെ ഒരു അന്യദൈവ ആരാധനയിലേക്ക് പോകാൻ ഇടയാകാതെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനത്തിൽ നിന്ന് ജീവൻ പോലും നശിച്ചു പോകുമെന്ന് മനസ്സിലായിട്ടും ആ സത്യദൈവത്തിൻ്റെ ആരാധനയും സത്യദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും അല്പം പോലും വില കുറഞ്ഞ് കാണാതെ വലിയ വിലയിലുള്ളതായി കണ്ട് രാജാവിനെ പോലും വലിയ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ ആത്മാവ് നടത്തിയ ആ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, സ്ത്രീഹന്മാരെ, അപ്പോസ്തലന്മാരെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവ തിരുനാമം മഹത്വത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. ഹല്ലേലൂയ.